നമസ്കാരം. ഒരു കരുവന്നൂർ വിഷയം ഇതും പറഞ്ഞ് സംസ്ഥാന സർക്കാരിനെ തകർക്കാമെന്ന വ്യാമോഹമാണ് BJP വിചാരിക്കുന്നത്. പിന്നെ സുരേഷ് ഗോപിയുടെ രസകരമായ ഒരു വാദമുണ്ട്. CPMന്റെ അക്കൗണ്ടുകളെല്ലാം മരവിപ്പിക്കുമെന്ന്. അതിന് സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്താലല്ലേ അങ്ങനെയൊന്ന് ചിന്തിക്കാനെങ്കിലും പറ്റൂ. BJPക്ക് കേരളത്തോട് എപ്പോഴും ഒരു വിദ്വേഷമുണ്ട്. നോട്ട് നിരോധന കാലത്തും സഹകരണ സ്ഥാപനങ്ങളെ വലിയ തോതിൽ വേട്ടയാടാനാണ് BJP ശ്രമിച്ചത്. എന്നാൽ ലോകത്തിന് മുന്നിൽ കേരളത്തെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചവരെയൊക്കെ ജനം വിധിയെഴുതുമെന്ന കാര്യം ഉറപ്പാണ്. കേരളം നല്ല നിലയിലാണ് സഹകരണ മേഖലകൾ പ്രവർത്തിക്കുന്നത്. ഒരു സ്ഥലത്ത് ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് സഹകരണ മേഖല ആകെ കുഴപ്പമാണെന്ന അന്തരീക്ഷമുണ്ടാക്കാൻ സർക്കാർ തയ്യാറല്ല. കരുവന്നൂരിൽ തെറ്റ് ആവർത്തിച്ചവരോടൊന്നും ഒരു വിട്ടുവീഴ്ചയുമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള നിക്ഷേപകർക്ക് 117 കോടിയാണ് തിരിച്ചു കൊടുത്തത്. അതുകൊണ്ട് കരുവന്നൂരിലെ നിക്ഷേപകർക്ക് ആശങ്കകളൊന്നും വേണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പിന്നെ സുരേഷ് ഗോപിയുടെ ഗ്രാഫ് ദിനം പ്രതി കുറഞ്ഞു വരികയാണ്. CPMന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചാലൊന്നും BJPക്ക് ഒരു രക്ഷയും ഉണ്ടാവില്ല. അതുകൊണ്ടൊന്നും സുരേഷ് ഗോപി വിജയിക്കാനും സാധ്യതയില്ല. ജനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സഹകരണ മേഖലയെ സംരക്ഷിക്കുക എന്ന നിലപാടാണ് ഇടത് സർക്കാർ എപ്പോഴും സ്വീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ കാട്ടാക്കടയിൽ പ്രധാനമന്ത്രി പ്രചാരണത്തിനെത്തിയപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. CPMന്റെ ജില്ലാ സെക്രട്ടറിക്ക് 100 കോടി രൂപയോളം ആസ്തി ഉണ്ടെന്നാണ്. ബ്രാഞ്ച് ഓഫീസ് മുതൽ ജില്ലാ കമ്മിറ്റി ഓഫീസ് വരെ നാട്ടിലുടനീളമുള്ള കുറേ സ്ഥലവും ഓഫീസും പാർട്ടിക്കുണ്ടുപോലും. ഇതൊക്കെയാണ് ജില്ലാ സെക്രട്ടറിയുടെ സ്വത്തുക്കൾ എന്നാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. ഇങ്ങനെയുള്ള അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതുകൊണ്ടൊന്നും CPMനെ തകർക്കാൻ കഴിയില്ല. CPMന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനോ അതിലൂടെ CPMന്റെ പ്രവർത്തനങ്ങളുടെ വേഗത കുറയ്ക്കാനോ ഉള്ള തന്ത്രങ്ങൾ ഈ മണ്ണിൽ വിലപോവില്ലെന്ന് പ്രധാനമന്ത്രിയും കൂട്ടരും ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും.